നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പേപ്പർ ട്രേഡിംഗ് ചെയ്ത് തുടങ്ങിക്കോ. ഇനി എങ്ങനെ പേപ്പർ ട്രേഡിംഗ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് ചെല്ലാം. ട്രേഡിംഗ് വ്യൂയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റ് എടുക്കാം. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ബിറ്റ് കോയിൻ ആണ്. ബിറ്റ് കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ ട്രേഡിംഗ് പാനൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ പേപ്പർ ട്രേഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ഡോളേഴ്സിലാണ്. നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും ട്രേഡ് പ്ലേസ് ചെയ്യാം, ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. ലാഭം വരുന്നത് നഷ്ടം വരുന്നത് നമ്മുടെ റിയൽ മണിയുമായി ബാധിക്കുന്നതല്ല. സോ ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്ലാൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പേപ്പർ ട്രേഡിംഗ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ വ്യൂസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഓൾവേസ് റിസ്ക് കുറച്ച് തന്നെ ട്രേഡ് ചെയ്യുക, പൈസ നഷ്ടപ്പെടുത്താതിരിക്കുക. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക, റിസ്ക് കുറയ്ക്കുക, പൈസ നഷ്ടപ്പെടുത്താതിരിക്കുക, സൂക്ഷിച്ച് ചെയ്യുക.